So we are discussing about the chapter 2 concept of international business. International business encompasses all commercial activities that take place to promote the transfer of goods, services, resources, people, ideas and technology across the national borders at a global or transnational level. Every country frames its own foreign trade policy according to their needs and availability of resources and plans accordingly. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത് എല്ലാവിധ വ്യാവസായിക പ്രവർത്തനങ്ങളും അത് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ്, സാധനങ്ങളെ കൈമാറ്റം ചെയ്യുന്നു, സേവനങ്ങളെ കൈമാറ്റം ചെയ്യുന്നു, വിഭവങ്ങളെ കൈമാറ്റം ചെയ്യുന്നു, ആളുകളെ കൈമാറ്റം ചെയ്യുന്നു, ആശയങ്ങളെ കൈമാറ്റം ചെയ്യുന്നു, സാങ്കേതിക വിദ്യകളെ കൈമാറ്റം ചെയ്യുന്നു അക്രോസ് ദി നാഷണൽ ബോർഡർ, നമ്മുടെ രാജ്യത്തിൻ്റെ ബോർഡർ കടന്നിട്ട് അറ്റ് എ ഗ്ലോബൽ ഓർ ട്രാൻസ്നാഷണൽ ലെവൽ. ഓക്കെ, എല്ലാ രാജ്യവും ഫോറിൻ ട്രേഡ് പോളിസി ഉണ്ടാക്കുന്നുണ്ട് ആ രാജ്യത്തിൻ്റെ ആവശ്യത്തിനും അവരുടെ കയ്യിലുള്ള റിസോഴ്സിൻ്റെയും അടിസ്ഥാനത്തിൽ. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഇടപാടുകൾ രാജ്യത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനെയാണ്. ഓക്കെ, രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ചെയ്യുന്ന വ്യാപാരത്തിനേക്കാളും കൂടിയ അളവിലുള്ളതാണ് അത്. വ്യത്യസ്തമായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ടിംഗ്, ലൈസൻസിങ്, കോൺട്രാക്റ്റ്, മാനുഫാക്ചറിങ്, ഫോറിൻ അസംബ്ലി, ഫോറിൻ പ്രൊഡക്ഷൻ, ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആൻഡ് അതേഴ്സ്. ഓക്കെ, വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ രാജ്യവും അവരുടേതായ രാജ്യത്ത് ചില റിസോഴ്സുകൾ എന്ത് ചെയ്യും? ഉണ്ടായിരിക്കും. അതിലവർ എക്സ്പോർട്ടായിരിക്കും. എല്ലാ രാജ്യവും സെൽഫ് റിലയൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എല്ലാ രാജ്യവും സെൽഫ് റിലയൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രാൻസാക്ഷൻസ് നടത്തേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഒരു രാജ്യത്തിന് മാത്രം ഒറ്റയ്ക്ക് എക്കണോമിക്കലി ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല. അവർ ഗ്ലോബൽ എക്കണോമിയുടെ ഭാഗമാണ്. ഒരു രാജ്യത്തെ എക്കണോമി ഗ്ലോബൽ എക്കണോമിയുടെ ഭാഗമാണ്. ഒരു രാജ്യത്തിനും സെൽഫ് സഫിഷ്യൻ്റ് അല്ല. അവരുടെ ആവശ്യത്തിനുള്ള റിസോഴ്സുകൾ അവരുടെ രാജ്യത്ത് തന്നെ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിക്കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? രാജ്യങ്ങൾ തമ്മിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു രാജ്യത്ത് ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, പ്രോഫിറ്റ് അഡ്വാൻറ്റേജ് ആണ്. ബിസിനസ്സിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പലരും പറയുന്ന ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് വൺ, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി. ഇങ്ങനെ ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് പോവുകയാണെങ്കിൽ ഫോറിൻ മാർക്കറ്റുകളിൽ വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാകും എന്നെന്ത് ചെയ്യുന്നു? കാണും. ആ കാരണങ്ങൾ കൊണ്ട് ആ ലക്ഷ്യമായിട്ട് പോകും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഹെൽപ്സ് ഇൻ റിമൂവിങ് ഡൊമസ്റ്റിക് മാർക്കറ്റ് കൺസ്ട്രെയിൻറ്റ്. നമ്മുടെ പ്രാദേശിക മാർക്കറ്റിലുള്ള കൺസ്ട്രെയിൻസ്, പ്രത്യാഘാതങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, അതൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇത് സഹായിക്കുന്നു. അതുപോലെ ടു ഏൺ ഫോറിൻ എക്സ്ചേഞ്ച് ഫോറിൻ മണി എന്ത് ചെയ്യുന്നു? കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ടു മേക്ക് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മുടെ കയ്യിലുള്ള ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ, അല്ലേ, റിസോഴ്സിനെ ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യുക? ഉപയോഗിക്കാൻ എന്ത് ചെയ്യുന്നു? നമുക്ക് സഹായിക്കുന്നു. വെരി ലാർജ് സ്കെയിൽ യൂസേജ്. ഓക്കെ. ടു സ്പ്രെഡ് ബിസിനസ് റിസ്കിനെ സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ടു ഗെറ്റ് ബെനിഫിറ്റ് ഫ്രം ദി ഗവൺമെൻറ്റിൽ നിന്നും എന്തെങ്കിലും ഫിനാൻഷ്യൽ ആൻഡ് ടാക്സ് ബെനിഫിറ്റൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ സ്കോപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്. എന്തെല്ലാമാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ സ്കോപ്പ് എന്നറിയപ്പെടുന്നത്? എന്തെല്ലാമാണ് അതിൻ്റെ സാധ്യതകൾ? ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ സാധ്യതകൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, മെർച്ചൻഡൈസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. സാധനങ്ങളെ, ടാഞ്ചിബിളായിട്ടുള്ള കാണാൻ സാധിക്കുന്ന വസ്തുക്കൾ എന്ത് ചെയ്യുക? മറ്റ് രാജ്യങ്ങളിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. സർവീസ് എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്. സേവനങ്ങൾ എന്ത് ചെയ്യുക? എക്സ്പോർട്ട് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? സഹായിക്കുന്നു. അതായത് ലൈസൻസ് കൊടുത്തുകൊണ്ട് പാരൻറ്റ് കമ്പനി എന്ത് ചെയ്യുക? അവരുടെ ലൈസൻസ് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? കോപ്പിറൈറ്റ് കൊടുത്തുകൊണ്ട്, ട്രേഡ് മാർക്ക് കൊടുത്തുകൊണ്ട്, പേറ്റൻറ്റ് കൊടുത്തുകൊണ്ടൊക്കെ ചെയ്യുന്നതാണ് ഇത്. ഫ്രാഞ്ചൈസിങ്ങും ലൈസൻസിങ്ങിന് സിമിലറാണ്, ബട്ട് ഇറ്റ് ഈസ് ടേംഡ് പ്രൊവിഷൻ ടു സർവീസ്.
ഫ്രാഞ്ചൈസിങ് ലൈസൻസിങ്ങിന് സമാനമാണെങ്കിലും ഫ്രാഞ്ചൈസിങ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. നെക്സ്റ്റ് വൺ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവോൾവ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് എബ്രോഡ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ റിട്ടേൺ. ഓക്കെ. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻ്റ് എന്നും നമ്മൾ വിളിക്കുന്നുണ്ട്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി ഇക്വിറ്റി ഓഫ് എ കമ്പനി ഇൻ ദി അബ്രോഡ് ഡയറക്ട്ലി. Foreign portfolio investment means investing in the securities of the companies in other country. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. Importance of international business means earn foreign exchange. Second one, optimum utilization of the resources to spread business risk, improve organization's efficiency, get benefit from government. Advantages of international business means a country may import things വിച്ച് കാനോട്ട് പ്രൊഡ്യൂസ്. ഒരു രാജ്യം ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അവരൊരിക്കലും എന്ത് ചെയ്യില്ല, ഒരു രാജ്യത്ത് വളരെ സുലഭമായിട്ടുള്ളൊരു സാധനം അവർ ഇമ്പോർട്ട് ചെയ്യില്ല. പകരം ഈ ഒരു രാജ്യത്ത് സുലഭമായി കിട്ടാത്ത ഉൽപ്പന്നങ്ങളാണ് അവർ രാജ്യത്തേക്ക് കൊണ്ടുവരിക. അതുപോലെ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ബെനിഫിറ്റ്സ് ടു കൺസ്യൂമർ, വ്യത്യസ്തമായ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ചോയ്സുകൾ കിട്ടുന്നു. റെഡ്യൂസ് ട്രേഡ് ഫ്ലക്ച്വേഷൻ, വ്യാപാരവുമായി ബന്ധപ്പെട്ട ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഒഴിവാകുന്നു. യൂട്ടിലൈസേഷൻ ഓഫ് സർപ്ലസ് പ്രൊഡ്യൂസ്, ഫോസ്റ്റേഴ്സ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഓക്കെ. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് ഓഫ് ഹാംഫുൾ ആൻഡ് സബ്സ്റ്റാൻഡേർഡ് പ്രോഡക്ട്സ്. ഇറ്റ് മേ ബി എക്സോസ്റ്റ് ദി റിസോഴ്സസ് സച്ച് ലൈക്ക് എ ലാൻഡ് പോലെയുള്ളതിനെ വളരെ ഇതിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഓവർ സ്പെഷ്യലൈസേഷൻ, ഡേഞ്ചർ ഓഫ് സ്റ്റാർവേഷൻ. വൺ കൺട്രി മേ ഗെയിൻ അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ദി അനദർ കൺട്രി. It may lead to war. Next, modes of entry into international business. We can enter into the international business by different modes or different ways. First one, exporting. Exporting can be classified into two: indirect exporting and direct exporting. Indirect exporting means firm participate in international business through intermediary. Direct exporting means without any intermediary. Okay. Next one, licensing. When a firm called a licensor leases the right to use the intellectual property, technology, work methods, patents, copyrights, brand name to another firm called the licensee in return for a fee. It is a low financial risk. It is a low cost way to assess the market potential. It avoids tariff, non-trade barriers, restrictions on foreign investments. Licensee provides knowledge of local market. Disadvantages of licensing mean it has limited market opportunity. It depends on license. It causes potential conflict with licensee. It is a possibility of creating future competitor. Next one, franchising. Franchising. Under franchising, an independent organization called the franchisee operates the business under the name of another company called the franchisor. It is a form of licensing, but the franchisor can exercise more control. Over the franchisee as compared to that licensing. Low financial risk, market potential caused by low. It avoids tariffs. Disadvantages of franchising: it comprises limited market profit. It has depend on franchisee. Okay. Next one, theories of international business. First one, theory of absolute advantage. Adam Smith criticized the theory of mercantilism. Mercantilism means including the mercantilism introduced mainly concentrated on import, export, not import. They are in this mercantilism said that every country should concentrate on export and increasing the reserve of the gold. Adam Smith criticized the theory of mercantilism by saying that wealth of nation does not lie on building huge stockpiles of gold and silver in its treasure, but the real wealth of a nation measured by the level of improvement in the quality of living by citizens are reflected by the per capita and absolute
Advantage refers to the ability of a country to produce a good more efficiently and cost efficiently than any other country. Thus, instead of producing all products, each country should specialize in producing those goods, either natural or acquired. Natural factors such as countries' geographical and agro-climatic conditions, mineral and other natural resources, specialized manpower contribute to a country's natural advantage in certain products. Availability of relatively cheap labor contributes to India edge in export to labor-intensive products. Although each country is assumed to possess equal resources, the production possibility of each country would vary on the availability of utilization and availability of resources. It is called the acquired advantage or absolute advantage. ഓരോ രാജ്യവും അവരുടെ രാജ്യത്തെ ഏറ്റവും ചീപ്പറായിട്ട് ഏറ്റവും പോസിബിളായി കിട്ടുന്ന റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കേണ്ടത്. അത് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. പറയുന്നത് യൂണിറ്റ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 1 ടൺ ടീ. ഒരു ടൺ ടീ ഉൽപ്പാദിപ്പിക്കാൻ എത്ര യൂണിറ്റാണ് ചിലവാകുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, റിസോഴ്സുകൾ 10 യു കെയിൽ, അതുപോലെ ഇന്ത്യയിൽ അത് 5 മതി. യൂണിറ്റ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 1 ടൺ ഓഫ് റൈസ്. ഒരു ടണ്ണ് റൈസ് ഉണ്ടാക്കാൻ യു കെയിൽ 4 യൂണിറ്റ് മതി, ഇവിടെ 10 യൂണിറ്റ് വേണം. അതായത് പറഞ്ഞത് എന്താ വെച്ചാൽ യു കെയിൽ എംപ്ലോയീസ് റിസോഴ്സസ് അതിൽ പറയുന്നു പ്രൊഡക്ഷൻ എഫിഷ്യൻസി ആണ് പറയുന്നത്. അസ്യൂംഡ് വേരി ബിറ്റ്വീൻ കൺട്രി ബിക്കോസ് എ പ്രൊഡ്യൂസ് എ ടൺ ഓഫ് ടീ യു കെ റിക്വയർസ് ടണ്ണ്. ഓക്കെ, അത് യു കെ റിക്വയർസ് ഫ്യൂവർ റിസോഴ്സസ് കമ്പയർഡ് ടു ഇന്ത്യ ഫോർ പ്രൊഡ്യൂസിങ് റൈസ്. ഇറ്റ് ഈസ് റിലേറ്റീവ്ലി മോർ എഫിഷ്യൻറ്റ് പ്രൊഡ്യൂസിങ്. യു കെക്ക് ഏറ്റവും നല്ലത് എന്താണ്? റൈസ് ഉണ്ടാക്കുന്നതാണ്. കാരണം അവർക്ക് കുറഞ്ഞ പ്രൊഡക്ഷൻ എഫിഷ്യൻസി കൊണ്ട് അത് ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ത്യക്ക് ചായപ്പൊടിയാണ് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത്, അപ്പോൾ അതായിരിക്കും നല്ലത്. പിന്നെ തിയറി ഓഫ് കമ്പാരറ്റീവ് കോസ്റ്റ് എന്ന് വെച്ചാൽ the basic contention of the theory that each country will produce those goods for production of which is specialized suited and imported these goods which is less suited to but which cannot be produced at all. But how much a country is better suited than another to produce a given commodity obtained by differences in the cost of producing a unit commodity of two countries. Since classical economists used labor cost, the cost of producing commodity is measured in terms of number of days of labor spent in the producing commodity. According to this theory, comparative cost, what each country will export and what will import, determined comparatively the different labor cost. In other words, makes sense that a country specializes in the production of goods, it produce more efficiently and buy the goods that produce most efficiently from other countries. Okay. Next one, theory of factor endowment അല്ലെങ്കിൽ ഹെക്ചർ ആൻഡ് ഓഹ്ലിൻ തിയറി. 2-factor theory. Relatively commodity prices competitive advantage between two nations. According to this theory, a nation will export a commodity when production requires intensive use of national resources, abundant cheap factors, and import those commodity whose production requires intensive use of natural resources. അതായത് നമ്മുടെ രാജ്യത്തെ റിസോഴ്സിനെ ഏറ്റവും ഇൻറ്റൻസായിട്ട് ഉപയോഗിക്കാനുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞതെന്താ വെച്ചാൽ ഇമ്പോർട്ട് ദോസ് കമ്മോഡിറ്റീസ് വൂസ് പ്രൊഡക്ഷൻ റിക്വയർസ് ഇൻറ്റൻസീവ് യൂസ് ഓഫ് നാഷണൽ റിസോഴ്സസ് ആൻഡ് സസ്പെൻസീവ് ഫാക്ടേഴ്സ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ഫാക്ടർ ഇൻറ്റൻസിറ്റി ഇൻ ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ വുഡ് അലോങ് വിത്ത് ആക്ച്വൽ ഡിഫറൻസസ്. A country can produce a commodity more cheaply to matching its abundant factor with the factor intensity of the commodity, because when a nation is relatively more of particular factor, the cost of the factor will be comparatively lower. Okay, 2-factor theory. Let's take two countries A and B. Country A is capital abundant, capital കുറവുള്ള രാജ്യമാണ്, and labor is scarce. Capital abundant ആണ് country A and B. കൺട്രി എയിൽ ക്യാപിറ്റൽ കൂടുതലാണ്, കൺട്രി ബിയിൽ ലേബർ എന്താണ് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോ രാജ്യവും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ളതായിരിക്കണം ഏതുണ്ടാക്കേണ്ടത്, കൺട്രി എ. കമ്പനി ബി ഉണ്ടാക്കേണ്ടത് ഏതാണ്? ഇതാണ്. അതായത് പ്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ് വിൽ ബി കമ്പാരിറ്റീവ്ലി ചീപ്പർ വൈൽ ഇൻ ദി കൺട്രി ബി.
while in country B production of labor intensive good B will be cheaper. Country A possesses a comparative advantage in the production of capital intensive goods. Country B has a comparative advantage in the production of labor intensive goods. When a country like A export capital intensive goods in return to the labor intensive good from B, it means country A indirectly exporting the abundant and cheap factor. ചീപ്പായിട്ടുള്ള ഫാക്ടറാണ് അവിടെ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ഓക്കെ, ലേബറും ക്യാപിറ്റലുമാണ് കേട്ടോ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഫാക്ടർ മൊബിലിറ്റി രണ്ട് രാജ്യത്തും ഒരുപോലെ ആയിരിക്കും. അതുപോലെ ഫ്രീ കോസ്റ്റ്ലെസ് ആയിരിക്കും ട്രേഡ്. അതാണ് അങ്ങനെയൊക്കെയാണ് അതിൽ പറയുന്നത്. ഓക്കെ, പിന്നെ ഗവൺമെൻറ് ഇൻ്റർവെൻഷനാണ്. ഒരുപാട് രീതിയിൽ ഇൻ്റർവെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടാണ് ട്രേഡ് ബാരിയർ. ട്രേഡ് ബാരിയേഴ്സ് ആർ ദി റെസ്ട്രിക്ഷൻ ഇമ്പോസ്ഡ് ഓൺ ദി മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ കൺട്രി. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ട്രേഡ് ബാരിയേഴ്സ് അതിൽ വരുന്നതാണ് താരിഫ് ബാരിയർ. താരിഫ് പറഞ്ഞാൽ ടാക്സ്, ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. സ്പെസിഫിക് ഡ്യൂട്ടി, അഡ് വലോറം ഡ്യൂട്ടി, പിന്നെ കമ്പൈൻഡ് ഡ്യൂട്ടി, സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി, പ്രൊട്ടക്റ്റീവ് താരിഫ്. പിന്നെ നോൺ താരിഫ് ബാരിയേഴ്സാണ്. ഇനി ബാരിയേഴ്സ് അതർ ദാൻ താരിഫ് ബാരിയേഴ്സ് ഈസ് കോൾഡ് നോൺ താരിഫ് ബാരിയർ. ലൈസൻസ്, കോട്ട, വളണ്ടറി എക്സ്പോർട്ട് റിസ്ട്രെയിൻസ്, പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെയാണ്. പിന്നെ ഫോറിൻ ട്രേഡ് പോളിസി. ഓൾറെഡി ഒരു രാജ്യത്ത് ഒരു ഫോറിൻ ട്രേഡ് പോളിസി ഉണ്ടാവും. ഓക്കെ, ദെൻ ഗ്ലോബലൈസേഷൻ. എല്ലാവർക്കും അറിയാം ഗ്ലോബലൈസേഷൻ ഇന്ത്യ 1991 വന്നിട്ടുള്ളത്. അതിന് ശേഷമാണ് വലിയ വലിയ മാറ്റങ്ങൾ എന്ത് ചെയ്തത് നമ്മളിവിടെ വന്നിട്ടുള്ളത്. 92 to 97 എന്ത് ചെയ്തത് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.